കാലം യാജ്ഞവൽക്കിനും വ്രതങ്ങളെ കൊണ്ടു ചെന്നാൻ വിജ്ഞാനശീലവരെ ആചരിക്കുന്ന വ്രതം ഒന്നിനും വൃത്തിയില്ല എന്നിങ്ങനെ ചെന്ന ശേഷം ഇന്ന് ദുഷ്കരവ്രതം ഞാൻ ആചരിക്കാമെന്ന് കെട്ടിട്ട് കുപിതനെ ഗുരുമരുൾ ചെയ്തു. കഷ്ടം ബ്രാഹ്മണരെ നിന്ദിക്കുന്നീല ശിഷ്യനാവത് പോരും എങ്കൽ നിന്നു നീ പഠിച്ച വേഗന കളഞ്ഞു പോയിടുക എന്നു കേട്ട് ദേവരാജൻ യജുസുകളെ ഛർദ്ദിച്ചിട്ട് വേഗന പോകുന്നത് കണ്ടപ്പോൾ ചില ഋഷി തിത്തിരികളായി ചമഞ്ഞ് ആ യജുസ്സെല്ലാം അവർ ചിത്രത്തിലാക്കി തൈത്തിരിയാദി ശാഖകളായി പലവുമുളവായി തൽക്കാലം യാജ്ഞവൽക്കൻ ഗുരുവിനില്ലാത്തൊരു യജുസ്സ ശ്രദ്ധിതനായി സൂര്യനെ സേവ ചെയ്തു. പ്രസാദത്തിനാലെ രവിയും കുതിരതൻ രൂപം കൊണ്ട് യജുസ്സുകൾ നന്നായി പഠിപ്പിച്ചു. പിന്നെയും യാജ്ഞവൽക്കൻ തന്നാലെ 15 ജാതിയാ പഠിച്ചോരു പാതി സംസ്ഥങ്ങളെന്ന് പേരായിട്ടിരിക്കുന്ന യജുസ് കാണും ആദ്യം ദിനാദി പഠിച്ചതു. ഇങ്ങനെ യജുർവേദങ്ങളുടെ വിഭാഗവും ഇങ്ങതിൽ യാജ്ഞവൽക്കൻ രവിയെ സേവിച്ചതും ചൊല്ലുവൻ കേൾക്ക. യജുസ്സെല്ലാം ഛർദ്ദിച്ച് പിന്നെ തന്നുള്ളിൽ യജുസ്സനെ കംസിച്ച് പരിപോലെ ശുദ്ധനായി സൂര്യൻ തന്നെ സേവിച്ചു തുടങ്ങി.